भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നൊരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 765 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏകാദശ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ നിമിനവയോഗി സംവാദരൂപത്തിൽ ഭാഗവത കഥകളെ അല്ലെങ്കിൽ ആത്മതത്വ പ്രകാശനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ 5-ാമത്തെ അധ്യായത്തിൽ നവയോഗികളിൽ കരഭാജനന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ഭക്തന്മാര് ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 2 പാദങ്ങളിലും വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം എന്ന് 2 ശ്ലോകങ്ങളുടെ 4-ാമത്തെ പാദത്തിലും ആ മഹാപുരുഷന്റെ പാദങ്ങളെ നമസ്കരിച്ചും കൊണ്ട് വന്ദിച്ചും കൊണ്ട് സമർപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഏവം യുഗാനുരൂപാഭ്യാം ഭഗവാൻ യുഗവർത്തിഭി മനുജൈരുജ്യതേ രാജൻ ശ്രേയസാം ഈശ്വരോ ഹരി. ഇങ്ങനെ യുഗാനുരൂപാഭ്യാം യുഗത്തിനനുസരിച്ച് നാമരൂപങ്ങൾ കൊണ്ട് യുഗവർത്തിഭി യുഗങ്ങളിൽ ഉള്ള മനുജൈ മനുഷ്യരാൽ പരീക്ഷിത്ത് ശിശുബ്രഹ്മർഷിയുടെ അടുത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാജൻ എന്ന് പറയുന്നത് സാക്ഷാൽ യദു മഹാരാജാവിനെയാണ്. അല്ലയോ രാജാവേ, സകല ശ്രേയസ്സുകളുടെയും നാഥനായ ഈശ്വരനായ ആ ഭഗവാൻ ഹരി ഇജ്യത്തെ ഇപ്രകാരം പൂജിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ യുഗത്തിനും അനുസരിച്ച് നാമരൂപങ്ങൾ സ്വീകരിക്കുന്ന ഭഗവാൻ ആ കാലത്ത് ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ഹരിയെ പൂജിക്കുന്നു. കലിം സഭാജയന്ത്യാര്യ ഗുണജ്ഞ സാരഭാഗിന യത്ര സങ്കീർത്തനേനൈവ സർവ
സ്വാർത്ഥോഭിലഭ്യത്തെ. ആര്യാഹ മഹാന്മാരായ ഗുണജ്ഞ ഗുണഗ്രാഹികൾ, സാരഭാഗിനഃ സാരത്തെ മാത്രം സ്വീകരിക്കുന്ന ആളുകളാണ്. അവര് കലിം സഭാജയന്തി കലിയെ ബഹുമാനിക്കുന്നു. കാരണം എത്ര സങ്കീർത്തനേന ഏവ, ഈ കലിയുഗത്തിൽ സങ്കീർത്തനം കൊണ്ട് തന്നെ സർവ സ്വാർത്ഥ എല്ലാ അഭീഷ്ടങ്ങളും അഭിലഭ്യത്തെ അതിലേക്ക് പ്രാപിക്കുന്നു. നമ്മൾ 4 യുഗങ്ങളിൽ കലിയുഗത്തിന് ദോഷമുണ്ട് എന്ന് വിചാരിക്കുകയല്ല. ഗുണഗ്രാഹികളായ സാരഗ്രാഹികളായ ഋഷീശ്വരന്മാരെ സജ്ജനങ്ങൾ ചെയ്യുക. അവര് ഈ സാരഗ്രാഹി എന്ന് വണ്ടിന് പേരുണ്ട്, തേൻ കുടിക്കുന്നത് കൊണ്ടാണ്. ഇതേപോലെ നന്മയെ സ്വാംശീകരിക്കുന്ന ആളുകൾ മഹാജനങ്ങൾ പറയുകയാണ്, മറ്റു യുഗങ്ങളിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ടും ധ്യാനയോഗം കൊണ്ടും പ്രസാദിക്കുന്ന ഭഗവാൻ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ പ്രസാദിക്കും. അവിടെ ഭക്തകവിയായ പൂന്താനം പറയുന്നില്ലേ, കലിക്കും നമസ്കാരം എന്നാണ്. നാമസങ്കീർത്തനം ചെയ്യാൻ ആർക്കും സാധിക്കും, ഊമകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും സാധിക്കും. യാതൊരു ദ്രവ്യത്തിൻ്റെയും ആവശ്യമില്ല. ശക്തിയുള്ള ആളുകൾക്കും അശക്തന്മാർക്കും സാധിക്കും, പണ്ഡിതനും പാമരനും സാധിക്കും, സ്ത്രീക്കും പുരുഷനും സാധിക്കും, ബാലനും വൃദ്ധനും സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അപ്പോ ഭഗവത് നാമസങ്കീർത്തനം കൊണ്ട് ഭഗവത് അനുഗ്രഹം സമ്പാദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ കലിയുഗം 4 യുഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. അപ്പൊ മഹാന്മാർക്കേ ഇത് മനസ്സിലാവുള്ളൂ. സാധാരണ അജ്ഞന്മാരായിട്ടുള്ള ആളുകൾ എന്ത് പറയും? കലികാലം കലികാലം, കലിയുടെ ദോഷം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ ഹരിനാമങ്ങളെ കൊണ്ട് സാധിക്കും എന്നും കലിയുഗം അതിൻ്റെ യുഗമാണ് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അപ്പോ സാരത്തെ ഗ്രഹിക്കുന്ന ആളുകളെ സാരഗ്രാഹികൾ സജ്ജനങ്ങൾ അവര് നന്മയെ മാത്രം കാണും, അവര് തിന്മയെ കാണില്ല. അവര് ആ ഗുണത്തെ മാത്രമേ കാണുള്ളൂ, ദോഷത്തെ കാണില്ല എന്നാണ്. അതാണ് ശ്രേഷ്ഠന്മാര് ആര്യന്മാരായിട്ടുള്ള ആളുകളുടെ സ്വഭാവം. ധ്യായൻ കൃതേ യജൻ യജ്ഞൈസ്ത്രേതായാം ദ്വാപരേർച്ചയൻ യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. ഓരോ യുഗത്തിലും അങ്ങനെയാണ്. കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ. ഇതൊക്കെ തന്നെ യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. കലൗ കേശവ കീർത്തനാൽ എന്ന് മറ്റൊരിടത്ത്. അപ്പോ കലിയുഗത്തിൽ മറ്റ് യുഗങ്ങളിൽ ചെയ്യുന്ന ധ്യാനത്തിൻ്റെയും യാഗത്തിൻ്റെയും പൂജയുടെയും ഫലം നാമസങ്കീർത്തനം കൊണ്ട് ശ്രീഹരിയുടെ നാമം ജപിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നു. നഹ്യത പരമോ ലാഭോ ദേഹിനാം ഭ്രാമ്യതാമിഹ യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസൃതി. ഇഹ ഈ സംസാരത്തിൽ ഭ്രാമ്യതാം ദേഹിനാം ഭ്രമിക്കുന്ന ദേഹികൾക്ക് അതപരമ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ലാഭം നഹി ഇല്ല എന്നാണ്. യഥ ഏതൊന്നുകൊണ്ട് പരമാം ശാന്തിം വിന്ദേത ഉത്കൃഷ്ടമായ പരമമായ ശാന്തി ലഭിക്കുന്നുവോ സംസൃതി നശ്യതി സംസാരം നശിക്കുകയും ചെയ്യണം. ഈ ലോകത്തിൽ ജനിക്കുക മരിക്കുക അങ്ങനെ സംസാരത്തിൻ്റെ ഈ സാഗരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഈ സംസാര ഭൂമിയിൽ നട്ടം തിരിയുന്ന ആളുകൾക്ക് പുരുഷാർത്ഥം സാധിക്കാൻ നാമസങ്കീർത്തനത്തെക്കാൾ ഉചിതമായ മറ്റൊന്നില്ല. അപ്പൊ അവിടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്താൻ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് മിന്നിത്തിളങ്ങുക. അപ്പൊ ഭഗവാൻ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങിക്കഴിഞ്ഞാൽ ഹൃദയത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാകുന്ന അന്ധകാരം ആ ജ്ഞാനപ്രദീപമായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇല്ലാതെയായിട്ട് തീരും. അപ്പൊ ശാന്തി ഉണ്ടാവും. അങ്ങനെ എപ്പോഴാണോ ശാന്തി ഉണ്ടാവുന്നത് അപ്പൊ ജനിക്കുക, മരിക്കുക എന്ന ദുഃഖത്തിൽ നിന്ന് മുക്തനാവുക, ഇതാണ് വേണ്ടത് എന്നാണ്. അപ്പോ പരമപുരുഷാർത്ഥ പ്രാപ്തി കലിയുഗത്തിൽ ലഭിക്കാൻ നാമസങ്കീർത്തനമാണ് അതിലെ വഴി എന്ന് കാണിക്കുന്നു. അപ്പൊ കലിയുഗം അതുകൊണ്ട് തന്നെ അനായാസകരമാണ് നാമസങ്കീർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെ കലിയുഗം ശ്രേഷ്ഠമാണ് എന്ന് ശ്രേഷ്ഠന്മാരായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാര് നമുക്കിതാ പറഞ്ഞു തരുന്നു. ഭാഗവതവും കരഭാജനൻ എന്ന യോഗീശ്വരന്റെ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലൗ ഖലു ഭവിഷ്യന്തി നാരായണപരായണ. കൃതാദിഷു കൃതാദിയുഗങ്ങളിൽ ഉണ്ടായ പ്രജകൾ അല്ലയോ രാജാവേ, കലവും സംഭവം ഇച്ഛന്തി, കലിയുഗത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. കലവും നാരായണപരായണ, കലിയിൽ നാരായണ ഭക്തന്മാർ ഭവിഷ്യന്തി ഖലു, തീർച്ചയായും നിരവധി നാരായണ ഭക്തന്മാരുണ്ടാവും. കലിയുഗത്തിന്റെ പ്രത്യേകതയാണത് എന്ന് പറയുന്നു. അപ്പൊ മുക്തിക്കുള്ള ഉപായം കലിയുഗത്തിൽ എളുപ്പം ലഭിക്കും എന്നുള്ളത് കൊണ്ട് കൃതാദിയുഗങ്ങളിൽ ജനിക്കുന്ന ആളുകൾ പോലും എന്താ ആഗ്രഹിക്കുന്നത്? കലിയുഗത്തിൽ പിറക്കണം, കലിയുഗത്തിൽ പിറക്കണം. അപ്പോ ശ്രീമൻ നാരായണൻ തന്നെയാണ് പരമാശ്രയം എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ഭഗവാനെ, ആ വിശ്വസ്വരൂപനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് കലിയുഗത്തിൽ ഏറെ ഉണ്ടാവും എന്ന് പറയുന്നു. അതുകൊണ്ട് ഭക്തജന സംസർഗത്തിന് എളുപ്പമുണ്ട്. ഇപ്പൊ ഭക്തി ഉണ്ടാവാൻ എളുപ്പമുണ്ട്. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താനും എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഇത്തരത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. ക്വചിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിഷ താമ്രപർണീ നദീ യത്ര കൃതമാല പയസ്വിനി. മഹാരാജാവേ, ദ്രവിഡേഷു, ആ ദ്രാവിഡ രാജ്യങ്ങളിൽ, ക്വചിത് ചില സ്ഥലങ്ങളിൽ, ഭൂരിഷ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യണു. ആര്? ഈ ഭക്തന്മാര്. എവിടെയാ? യത്ര താമ്രപർണി നദി, എവിടെയാണോ താമ്രപർണി എന്ന നദിയും കൃതമാല എന്ന നദിയും പയസ്വിനി എന്ന നദിയും ഒഴുകുന്നത്, ഈ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ഭക്തന്മാര് കലിയുഗത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവും. കലിയുഗത്തിൽ ഭക്തന്മാര് ധാരാളം ഉണ്ടാവും. അതിൽ തന്നെ ഈ 3 നദികളുടെ, താമ്രപർണി, കൃതമാല, പയസ്വിനി, ഈ 3 നദികളുടെ തീരത്ത് വലിയ ഭക്തന്മാരുണ്ടാവും എന്നാണ്. അപ്പൊ കലിയിൽ ചില സ്ഥലങ്ങൾക്ക് വലിയ പ്രാധാന്യം, അവിടെ ജനിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠം. ദ്രാവിഡ ദേശത്ത് താമ്രപർണി, കൃതമാല, പയസ്വിനി, ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവാൻ എളുപ്പമുണ്ട് അല്ലെ? ചിലയിടത്ത് നമ്മൾ പറയും, അവിടെ നമ്മൾ ഒരു തൈ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കാൻ സാധ്യതയുണ്ട്. എന്താ? വളക്കൂറുള്ള മണ്ണാണ്. ഇതേപോലെ ഭക്തിക്ക് വളക്കൂറുള്ള മണ്ണാണ് താമ്രപർണി, കൃതമാല, പയസ്വിനി എന്നീ നദികളുടെ തീരങ്ങൾ എന്ന് പറയുന്നു. അപ്പോ നോക്കൂ, ശാന്തി സിദ്ധിക്കണു പലയിടത്തും. നമുക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വല്ലാത്തൊരു സമാധാനം. അപ്പോ ചില ആളുകളെ കാണുമ്പോൾ, ചില സ്ഥലത്ത് എത്തുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടുന്നു. ഈ സുഖം തന്നെയാണ് ആ സമാധാനം എന്ന് പറയുന്നത്, ശാന്തി. അങ്ങനെ സ്ഥലവിശേഷം കൊണ്ട് ഭക്തി ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗുരുവായൂർ അമ്പലത്തില്, അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും നോക്കണ്ട, പലതും നടക്കുന്നുണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കാതെ ആ നാലമ്പലത്തിനേക്കകത്തങ്ങോട്ട് കടന്ന് ചന്ദനചർച്ചിതമായിരിക്കുന്ന ഭഗവാന്റെ ദിവ്യസ്വരൂപം കാണുമ്പോൾ ഉണ്ടാകുന്നൊരനുഭവം, അത് അവാച്യമാണ്, അനുഭൂതിദായകമാണ്. എത്രയോ ആളുകൾ പറയുന്നു, ഗുരുവായൂരൊന്ന് തൊഴുതു വന്നപ്പോൾ ഒരു സമാധാനം. എങ്ങനെയായി സമാധാനം ഉണ്ടാവുന്നത്? ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവത് സാന്നിധ്യം കൂടുതൽ പ്രകടമാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭക്തന്മാരുടെ ആധിക്യവും നമുക്ക് കാണാൻ സാധിക്കും. കാവേരീ ച മഹാപുണ്യ പ്രതീചീ ച മഹാനദി യേ പിബന്തി ജലം താസാം മനുജാ മനുജേശ്വര പ്രായോ ഭക്താ ഭവിഷ്യന്തി വാസുദേവേ മലാശയ. മഹാപുണ്യ കാവേരി ച, വലിയ പുണ്യത്തെ നൽകുന്ന കാവേരി നദി. പ്രതീചി ച, പടിഞ്ഞാട്ടൊഴുകുന്ന മഹാനദി. അത് എവിടെയാണോ ഒഴുകുന്നത്? മനുജേശ്വര, അല്ലയോ രാജാവേ, നിമി മഹാരാജാവേ. ഇവിടെ താസാം ജലം യേ മനുജാ പിബന്തി, ആ കാവേരിയിലെ ജലം ആരാണോ, ഏത് മനുഷ്യരാണോ കുടിക്കുന്നത്, പ്രായേണ അവർ അമലാശയ, നിർമ്മലമായ മനസ്സോടുകൂടി വാസുദേവേ ഭക്ത ഭവിഷ്യന്തി, വാസുദേവന്റെ ആ ശ്രീഹരിയുടെ ഭക്തന്മാരായി മാറുന്നു. മഹാപുണ്യം നിറഞ്ഞ കാവേരി, പടിഞ്ഞാറോട്ടൊഴുകുന്ന മഹാനദി, ഈ നദികളുടെ ജലം കുടിച്ചാൽ തന്നെ ഭക്തി ഉണ്ടാവും എന്നാണ്.
ഇപ്പോൾ കുളിക്കുകയും കുടിക്കുകയും ചെയ്യാം. അപ്പോൾ അകവും പുറവും ശുദ്ധമായിട്ട് തീരും. അവർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുന്നു. അല്ലേ? ജലം തന്നെ ഈ ലോകത്ത് ജീവനെ നിലനിർത്തുന്നത് ജലമാണ്. ജലമുള്ളിടത്തെ ജീവൻ നിലനിൽക്കുള്ളൂ. അപ്പോ ഗംഗാജലത്തിൽ ഒരു വിഷവും ഇല്ലെന്നും ഒരു തരം വിഷപദാർത്ഥവും അതിനെ ദുഷിപ്പിക്കുകയില്ലെന്നും എത്രയോ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. പതിത പാവനിയാണ്, പാപവിനാശിനിയാണ് ഗംഗ എന്നാണ്. ചില ജലത്തിന് രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സാമർഥ്യമുള്ളതുപോലെ ചില ജലങ്ങൾക്ക് ആ രോഗത്തെ ഇല്ലാതെയാക്കാനും ശാന്തി നൽകാനും സാധിക്കുന്നതാണ്. അപ്പോ നദീജലങ്ങൾക്ക് അന്ധകരണത്തിലെ ഘോരമായ ചിന്തകളെ മാറ്റി ശാന്തി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. നോക്കൂ, ആ നമ്മുടെ ഭക്ഷണദ്രവ്യത്തെ അനുസരിച്ച് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് വ്യത്യാസവും, ചില ആളുകൾക്ക് ഉഗ്രത വരും, ചില ആളുകൾക്ക് ശാന്തത വരും. കാണുന്നതാണ് അല്ലേ? പശു തുടങ്ങിയ സസ്യഭോജികളായ പശുക്കൾ, പുലി, സിംഹം, കടുവ തുടങ്ങിയ മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങൾ. അപ്പൊ തന്നെ മനസ്സിലാവും ഈ വ്യത്യാസം. അത് മനുഷ്യരുടെ കാര്യത്തിലും ശരിയാണെന്നാണ്. മദ്യപാനവും മാംസഭക്ഷണവും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവണു? അവരുടെ മനസ്സ് തമോ ഗുണാധിക്യം വരും. അപ്പൊ അവർക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പാപ പുണ്യങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ലാതെയാവും. അതുകൊണ്ട് കാവേരി തുടങ്ങിയ നദികളിലെ ജലം ശുദ്ധമായതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്നും എന്നും മഹാന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് പല നിലയ്ക്ക് കാണിച്ചു തരുന്നു. നോക്കൂ, ഒരുപക്ഷെ ആ നദികളുടെ തീരത്ത് താമസിക്കുന്ന എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പ്രായേണ പൊതുവിൽ അങ്ങനെയാണെന്നാണ്. ഇത് ഏതുപോലെ നമ്മൾ ഒരേ അസുഖം തന്നെയാണെങ്കിലും എല്ലാവർക്കും ഒരേ മരുന്ന് പറ്റില്ല. ചില ആളുകൾക്ക് എല്ലാ മരുന്നുകളും ഒരേപോലെ നല്ല പോലെ അവരിൽ പ്രവർത്തിക്കുള്ളൂ. ഇതേപോലെ ശുദ്ധജലം ഉപയോഗിക്കുന്ന ജനങ്ങൾ പ്രായേണ ഭക്തന്മാരായി മാറുന്നു. ചില ആളുകൾക്ക് ഭക്തി ഇല്ലാതെ വരാം. അത് എന്തുകൊണ്ടാ? അവരുടെ ജന്മാന്തര ദോഷം. അതുകൊണ്ട് മാത്രമാണ്. പൂർവജന്മാർജിതമായ പാപം കൊണ്ട് അവർക്ക് എന്തു ചെയ്തിട്ടും ഫലമില്ല എന്നുള്ള അവസ്ഥ വരുന്നു. ദേവർഷിഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ മൃണീചരാജൻ സർവാത്മനാ യശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. അല്ലയോ രാജാവേ, അയം ഋണി, ഇവൻ കടക്കാരൻ നാ അല്ല. അതുകൊണ്ട് ദേവർഷിഭൂതാപ്ത നൃണാം, ദേവന്മാർക്കും ഋഷികൾക്കും ഭൂതങ്ങൾക്കും അതിഥികൾക്കും പിതൃണാം, പിതൃക്കൾക്കും ന കിങ്കര, കിങ്കരനുമല്ല യാതൊരുവൻ കർത്താവാണ് എന്ന ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് പരിഹൃത്യ സർവാത്മനാ ശരണ്യം മുകുന്ദം ശരണം ഗത, ശരണം പ്രാപിക്കാൻ യോഗ്യനായ മുകുന്ദനെ, മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ, ആ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ ഭക്തന് വിധി നിഷേധം പോലും ബാധകമല്ല. പലപ്പോഴും ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അത് വേദവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആവും. എന്നാൽ നിത്യനൈമിത്തിക കർമ്മങ്ങളെ നടത്തണമെന്ന നിർബന്ധം പോലും ഭക്തനില്ല എന്നാണ്. കാരണം എന്താ? ഭഗവാനാണ് എല്ലാം, എല്ലാ പ്രവൃത്തിയും ഭഗവത് സമർപ്പണമാണ്. ആ ഒരു ഭാവവും ഭാവനയും ഭക്തനിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് വേദവാക്യങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ഇയാൾ മോചിതനായിരിക്കുന്നു. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കര, ഇവരുടെ ആരുടെയും കിങ്കരനല്ല, ആർക്കും അടിമയല്ല. ഇദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കുകയും ഇല്ല. അപ്പൊ യഥാർത്ഥമായ ഭക്തി ഉണ്ടായാൽ എന്തുവരും? ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന കർത്തൃത്വ ബോധം ഇല്ലാതെയാണ്. എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നത് ആരാണ്? സർവം ഭവൽ പ്രേരണൈവ ഭൂമൻ, അത് ഭഗവാനാണ്. ആ ഒരു ചിന്ത വരുമ്പോ തനിക്ക് കർത്തൃത്വം ഇല്ലാതെയാവും, ഭേദഭാവന ഇല്ലാതെയാവും. അങ്ങനെ ആ ബുദ്ധി ദൃഢമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അയാളിൽ ഭക്തിയുണ്ട് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ ഭക്തൻ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠൻ എല്ലായ്പ്പോഴും എന്തു ചെയ്യണു? സംസാര കൂപപതിതോത്തരണാവലംബം, അതിന് അവലംബമായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കും.
അങ്ങനെ ഋഷികള്, ദേവന്മാര്, ഭൂതങ്ങൾ, അതിഥികൾ, പിതൃക്കൾ, ഇവരെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞം കൊണ്ട് ആദരിക്കേണ്ടത്. പക്ഷേ ഈ പഞ്ചയജ്ഞങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് ഭക്തനെ സംബന്ധിച്ച് ബാധകമല്ല. കാരണം ഇവർ ആർക്കും കിങ്കരനല്ല, ആർക്കും അടിമയല്ല, ആർക്കും കടപ്പെട്ടവനുമല്ല. ജ്ഞാനവും ഭക്തിയും ഇല്ലാത്തവര് ഈ അഞ്ചിനും കടപ്പെട്ടവരായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ ലോകത്തിനെ മുഴുവൻ, ഈ ജഗത്തിനെ, ഈ വിശ്വത്തിനെ മുഴുവൻ ഈശ്വരനായി കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കടങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. എപ്പോഴും പ്രവർത്തിക്കുന്നു, എല്ലാ പ്രവൃത്തികളും ഈശ്വരനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിന് ഗുണകരമായിട്ടുള്ളത്. അപ്പോ സദ്വൃത്തി ജനിപ്പിക്കാനാണ് വേദം ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത്. ധർമാധർമ്മ വിവേകം ഒരു മനുഷ്യനുണ്ടാകുന്നതിന് കാരണം സദ്വൃത്തിയിലൂടെ ജീവിക്കുക എന്നാണ്. അങ്ങനെ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. അത് നന്നായി ഉറയ്ക്കാത്തത് കൊണ്ട് ഭക്തനല്ലാത്ത ആളുകൾക്ക് ഈ കർമ്മബന്ധം നേരിടേണ്ടി വരും. ഭക്തന് ഇത് ഒരിക്കലും ഇല്ല എന്നാണ്. ഭക്തന് നേരെ വാക്യങ്ങളുടെ പ്രവൃത്തി ആവശ്യമില്ലാത്തത് കൊണ്ട് അവന് വേദവാക്യങ്ങളുമായി ബന്ധമില്ല. അവൻ വേദത്തിൻ്റെയോ ഒന്നിൻ്റെയും അടിമയല്ല. ഒരാളുടെ മാത്രമേ ഉള്ളൂ. അതാരുടെയാ? ഭഗവാന്റെ. ദാസോഹം തവ കേശവ എന്നാണ്. അങ്ങനെ ഈ ഭക്തിയുള്ള ആൾക്ക്, ഭക്തിജ്ഞാനങ്ങളുള്ള ആളുകൾക്ക് വംശ പിതാക്കന്മാർക്ക് കൂടി സദ്ഗതി ഉണ്ടാവുന്നതാണ്. സാധാരണ നമ്മൾ ശ്രാദ്ധൂട്ടുന്നതൊക്കെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർ അത് ചെയ്തില്ലെങ്കിൽ പോലും പിതൃക്കൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. വിഷ്ണുപ്രസാദ സിദ്ധിയിൽ സർവദേവ പ്രസാദം, അല്ലേ? സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചാലും അത് ഗോവിന്ദന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തണു എന്നുണ്ടെങ്കിൽ ഗോവിന്ദന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചാൽ എല്ലാ ദേവന്മാരും പ്രസാദിക്കും എന്നാണ്. അപ്പൊ പിന്നെ ദേവകാര്യങ്ങൾ വേണ്ട, പിതൃകാര്യങ്ങൾ വേണ്ട. അപ്പൊ അങ്ങനെ ഈ മൂലത്തിൽ നനച്ചാൽ ശാഖകൾ തഴച്ചു വളരുന്നത് പോലെ വേരിന് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലെ ഇലയ്ക്കും കായ്ക്കും ഒക്കെ അതിന്റെ ഫലം കിട്ടും. ഇതേപോലെ ഈ ലോകത്തിന്റെ നാരായവേരാകുന്ന നാരായണനെ വേണ്ട പോലെ ഭജിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദോഷമുണ്ടാവില്ല. അപ്പോ സർവദേവഋഷി പിതൃ സംഘങ്ങളൊക്കെ തന്നെ അവന് നേരെ പ്രസാദിക്കും. അതുകൊണ്ട് പറയാണ്, സദാചാരത്തെ ഇവൻ അതിക്രമിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ആ ദോഷം ഭക്തന് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 41-ാമത്തെ ശ്ലോകം അവിടെ സമർപ്പിക്കുന്നത്. 42-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.